എന്തിനാണ് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് റഷ്യൻ്റെ ക്ലാസ്സസ് വാങ്ങിക്കുന്നത്? യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ടല്ലോ. എന്ത് ഡിഫറൻസ് ആണ് സാധാരണ യൂട്യൂബ് വീഡിയോക്കാൾ ഇതിനുള്ളത്? എന്തിനു വേണ്ടി നിങ്ങൾ ഇത് വാങ്ങിക്കണം? എന്തെങ്കിലും വാല്യൂ കൂടുതൽ കിട്ടുന്നുണ്ടോ? യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ എന്തിനാണ് 199 ഇത് വാങ്ങിക്കുന്നത്? ക്വാളിറ്റി ഉണ്ട്, കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ട്, ചെറിയ സമയത്തിനുള്ളിൽ പഠിക്കാം, പിന്നെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ്, എക്സാമിൽ പാസ്സാവും, ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിരിക്കും. കാരണം എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ എല്ലാവരുടെ കയ്യിലും ഉള്ള കോണ്ടന്റ് സെയിം ആണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ആ പുസ്തകം തന്നെയാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് ടീച്ചേഴ്സിനെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്, എന്ത് എക്സാമ്പിൾസ് ആണ് അവർ പറയുന്നത്, എന്തെങ്കിലും ടിപ്സ് പറയുന്നുണ്ടോ ഓർത്തിരിക്കാൻ, എങ്ങനെയാണ് അവർ ക്ലാസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചാണ് ടീച്ചേഴ്സ് മാറുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ 5 സബ്ജക്റ്റ് ആണെങ്കിൽ 5 ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ചില ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, കാരണം ചില ക്ലാസ്സസ് വ്യത്യാസമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ 1 മണിക്കൂർ കൊണ്ട് ഒരു ടോപ്പിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യുന്നതിലാണ് അതിൻ്റെ മിടുക്ക്. എത്രയും ചെറിയ സമയം കൊണ്ട് പിള്ളേർക്ക് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യണം. സോ അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങൾ സ്വയം കാണുക. യൂട്യൂബിൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് മൈക്രോ എക്കണോമിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെർച്ച് ചെയ്താൽ റാങ്കിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരു 3 ചാനലുകളാണ് ഞാനിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തന്നെ കണ്ട് തീരുമാനിച്ചോ വ്യത്യാസമുണ്ടോ, അവരെങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, വാട്ട് ഇസ് ദ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊമേഴ്സ് ക്ലാസ് പാർട്ട്ണർ എന്ന് പറയുന്ന സാറാണ്, ഗവൺമെൻറ് കോളേജിലെ സാറാണ്. സാർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പറയുന്ന ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമാണ്. ഇൻഫ്ലേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ പഠിക്കാനുണ്ട്, കോസസ് ഓഫ് ഇൻഫ്ലേഷൻ പഠിക്കാനുണ്ട്, മെഷേഴ്സ് ടു കൺട്രോൾ പഠിക്കാൻ. വളരെ ചെറിയ സ്നാപ്ഷോട്ടിൽ നിങ്ങൾക്ക് സാറിൻ്റെ ക്ലാസ് ഞാനൊന്ന് കാണിച്ചു തരാം. അടുത്തത് നമുക്ക് ഹരിപ്രിയ മാഡം ഇക്കണോമിക്സിന് മാത്രം ക്ലാസ് എടുക്കുന്ന ടീച്ചറാണ്. ഇതെല്ലാം മലയാളത്തിലുള്ള ക്ലാസ്സസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അതാണല്ലോ താല്പര്യം. അപ്പോൾ ഹരിപ്രിയ മാഡം എടുക്കുന്ന ക്ലാസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇനി 3ാമത്തെ ആളെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മാമാണ്. പുള്ളിക്കാരി എടുക്കുന്ന ക്ലാസ്സസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് 3 പേരുടെയും ക്ലാസ്സസ് ഒന്ന് കണ്ടു നിങ്ങൾ. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൊമേഴ്സ് ക്ലാസ് പാർട്ട്ണർ സാറിൻ്റെ ക്ലാസ്സസ് ഒന്ന് നോക്കാം. ടെക്സ്റ്റിൽ എന്താണോ ഓർഡർ അത് തന്നെ വായിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രൊഡക്ഷൻ, കമ്മോഡിറ്റി, പ്രോഫിറ്റ്, അതേ ഓർഡറിൽ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇത് നിങ്ങൾ സാധാരണ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയാലോ ഒരു ട്യൂഷൻ്റെ അടുത്ത് പോയാലോ സെയിം ഇഫക്റ്റ്, ഒരു പ്രത്യേകതയില്ല. അതുകൊണ്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇതിനകത്ത് എന്താണോ അത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സാർ. ഇനി കോസസ് നോക്ക്, കോസസ് ഇതേ ഓർഡറിൽ തന്നെയാണ് സാറ് പറയുന്നത്. ഇതെന്താണെന്ന് ഇതിനകത്ത് വായിച്ചിട്ട് സാറ് മലയാളത്തിൽ പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഹരിപ്രിയ മാമിൻ്റെ നോക്കാം. ഹരിപ്രിയ മാം ബോർഡിൽ എഴുതുന്നുണ്ട്. ബോർഡിൽ എഴുതിയിട്ട് ഇതേപോലെ തന്നെ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതേ ഓർഡറിലാണ് ഈ സാധനങ്ങൾ പറയുന്നത്. ഇതേ സെയിം ഓർഡറിൽ തന്നെയാണ് എല്ലാം പറയുന്നത്. അപ്പോൾ ഇനി 2 പേരുടെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്, രണ്ടും നിങ്ങൾക്ക് 30 മിനിറ്റ് എടുക്കുന്നുണ്ട്.
ഓൾമോസ്റ്റ് വ്യത്യാസമുള്ളത് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോക്സിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ, അതൊരു 10 മിനിറ്റ്. പക്ഷേ അതിനകത്ത് ഇൻഫ്ലേഷനെ അവർ പറയുന്നില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4th ചാപ്റ്റർ ഇൻഫ്ലേഷൻ മിണ്ടുന്നേ ഇല്ല, ഒരു പോവേർട്ടിയാണ് പറയുന്നത്. പോവേർട്ടിയിലും ഇതേപോലെ തന്നെ ടെക്സ്റ്റിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഒന്നുകിൽ നോട്ടായിട്ട് എഴുതി വായിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ളത് ജസ്റ്റ് വായിക്കും. ഇങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ടിപ്സോ ട്രിക്സോ മനസ്സിലാവില്ല. അപ്പോൾ ഒരു നല്ല ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓർഗനൈസ് ചെയ്യണം. നിങ്ങൾ എന്താണോ പറയുന്ന കാര്യങ്ങൾ അത് ഓർഗനൈസ് ചെയ്ത് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതെന്താ ക്ലാസ്സിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചാപ്റ്റർ 4 കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ടെക്സ്റ്റിലെന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 5-6 പേജ് ഉണ്ട് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മൾ വെറും 3 സ്ലൈഡിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ കോസ് നമ്മൾ പഠിക്കും, അതേ മെത്തേഡ് വെച്ചിട്ട് ഇൻഫ്ലേഷൻ്റെ ടൈപ്സ് പഠിക്കും, അതേപോലെ മെഷേഴ്സ് പഠിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, പ്രൈസുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഉത്തരം. പക്ഷേ ഇതങ്ങനെ ഓർത്തിരിക്കുക എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രൈസ് എന്തുകൊണ്ടാണ് കൂടുന്നത്? ഒന്നുകിൽ സാധനങ്ങളുടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്, ആൾക്കാർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ഡിമാൻഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ സപ്ലൈ കുറയുന്നു. അപ്പോൾ ഒന്നുകിൽ സപ്ലൈ കുറവായതുകൊണ്ട് പ്രൈസ് കൂടാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ട് പ്രൈസ് കൂടാം. അപ്പോൾ ഡിമാൻഡ് കൂടാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡിമാൻഡ് കൂടുന്ന എപ്പോഴൊക്കെയാണ്? ഒന്നുകിൽ ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു, അപ്പോൾ ഡിമാൻഡ് കൂടും, സാധനങ്ങൾ കൂടും. അല്ലാന്നുള്ള ആൾക്കാരുടെ ഇൻകം കൂടി, അല്ലെങ്കിൽ മൊത്തത്തിൽ ലോണുകളായിട്ട് ഇപ്പോൾ ആൾക്കാരുടെ ഇൻകം ഇല്ല, ആൾക്കാർ ലോൺ എടുക്കുന്നു, ഇഷ്ടംപോലെ ലോൺ അവൈലബിൾ ആണ്, മണി സപ്ലൈ കൂടുതലാണ്, അപ്പോഴും ഇൻകം നമ്മുടെ ഡിമാൻഡ് കൂടും. പോപ്പുലേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും പേരുടെ ഡിമാൻഡ് കൂടും. പാരലൽ ഇക്കോണമി, ഒരു ബ്ലാക്ക് ഇക്കോണമി പോലെ നമ്മുടെ ലീഗൽ അല്ലാത്ത ഒരു ഇക്കോണമി ഉണ്ട്. ആ ഇക്കോണമി ജനറേറ്റ് ചെയ്യുന്ന ഡിമാൻഡ് സാധാരണ പേപ്പറിൽ കാണില്ല, അതുകൊണ്ടും ഡിമാൻഡ് കൂടും. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ്. ഓർത്തിരിക്കാൻ ഇപ്പോൾ സിമ്പിളായില്ലേ? റീസൺ വെച്ച് തന്നെ നമുക്കിനി പഠിക്കാം. ഡിമാൻഡ് ഉണ്ടാക്കുന്ന, അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് ഡിമാൻഡ് എക്സീഡ് സപ്ലൈ, സപ്ലൈ ലെസ് ദാൻ ഡിമാൻഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോഫിറ്റ്. ഈ 4 തന്നെയാണ്. ഡിമാൻഡ് കാരണമുണ്ടാവുന്ന ഇൻഫ്ലേഷനാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സപ്ലൈ കാരണം ഉണ്ടാവുന്നത് സ്കേസിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ. അതേപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇല്ലാതെ ഒരു കാരണം നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ എന്ന് പറയും. പ്രോഫിറ്റിൻ്റെ ഡിസൈർ കാരണം ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ. ഇതേ റീസൺസ് വെച്ച് തന്നെ നമുക്ക് കോസസ് വെച്ചിട്ട് നമുക്ക് മെഷേഴ്സും കൂടി പഠിക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ആദ്യം നോക്കാം. സപ്ലൈ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഹോർഡിങ്, ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട്സ്, ഇതൊക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സപ്ലൈ കുറവായതുകൊണ്ടാണ് നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്, പ്രൈസ് റൈസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ കണ്ടിട്ടില്ലേ, തക്കാളിയുടെ വില കൂടി കഴിയുമ്പോൾ, സവാളയുടെ വില കൂടി കഴിയുമ്പോൾ ഉടനെ ഗവൺമെൻറ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യും. സോ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് വില കുറയ്ക്കാൻ പറ്റും, ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ പറ്റും. ഇനി ആൾക്കാർക്ക് പ്രോഫിറ്റിൻ്റെ ആഗ്രഹം കൂടിയതാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്കൊരു മെഷറില്ല. ഇനി സപ്പോസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണ്, കലാമിറ്റീസ് കൊണ്ട് കൂടുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ എഗെയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ട് കൊണ്ട് കുറച്ച് കാലം പിടിച്ചു നിൽക്കാം, സാധനങ്ങളുടെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ കൊണ്ടാണെങ്കിൽ റുപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവർ വാല്യൂ ചെയ്ത് ഇമ്പോർട്ടൻ്റ് വില കുറച്ച് കൊണ്ടുവരാം. പക്ഷേ വേജസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 3 കണ്ടു, എൻ്റെ ക്ലാസ്സും കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിലല്ല പറയുന്നത്, ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിലല്ല പറയുന്നത്. ഞാനൊരു പ്രത്യേക ടെക്നിക്ക് യൂസ് ചെയ്ത് ഫസ്റ്റ് കോസസ് പറഞ്ഞ് ആ കോസസിൽ കൂടെ നിങ്ങളെ ടൈപ്സും അതിൽ കൂടെ തന്നെ നിങ്ങളെ മെഷേഴ്സും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഓർത്തിരിക്കില്ല. ഒരു സെറ്റ് ഓർത്തിരുന്നാൽ നിങ്ങൾ ഫുള്ള് സെറ്റ് കറക്റ്റായിട്ട് പറയും. ഇതൊരു പേറ്റൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയ പ്രൈസിന് നിങ്ങൾ ഇത് വാങ്ങിച്ച് ഫുള്ള് പഠിക്കുക. അത് നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അപ്പോൾ ആ സമയത്ത് മാത്രം മതി. പക്ഷെ നിങ്ങൾക്ക് പിന്നെ ഒരു ബിറ്റ് അടിക്കേണ്ടി വരില്ല, കാരണം എല്ലാം അതിനകത്ത് ഉണ്ട്. ആവശ്യമുള്ളത് എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് എന്നുള്ള ആ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. മാത്രമല്ല ഫുൾ ക്ലാസ് മലയാളത്തിലാണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കണ്ട, ഓരോ ഇൻഡിവിജ്വൽ ടോപ്പിക്കുകൾ സെർച്ച് ചെയ്യണ്ട, ഫുൾ ടോപ്പിക് ഉണ്ടോ ഇല്ലയോ എന്ന് ടെക്സ്റ്റ് ഇതും മാറ്റി നിങ്ങൾ നോക്കണ്ട. ബുക്കിൽ നിന്ന് നേരിട്ട് നോക്കി വായിക്കുകയല്ല, ടിപ്സും ട്രിക്സും ഉണ്ട്, എക്സാമ്പിൾസ് വെച്ച് കൺസെപ്ച്വലായിട്ട് തന്നെയാണ് പറയുന്നത്, ഒന്നും മിസ്സാവുന്നില്ല. നിങ്ങൾ വെച്ചാൽ ബാക്കിയുള്ളത് നോക്കുമ്പോഴത്തേക്കും ചിലത് MGD ആയിരിക്കും, ചിലത് കാലിക്കട്ട് ആയിരിക്കും. ഇനി കാലിക്കട്ട് തന്നെയാണെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ അവർ എടുക്കില്ല, സ്കിപ്പ് ചെയ്യും. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്, അതൊന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ
ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ പേജ് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കുക. നിങ്ങളൊരു സ്നാപ്ഷോട്ട് എടുത്ത് ആ നമ്പറിലേക്ക് GPay ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇമെയിൽ ID പാസ്വേഡ് തരും. ഇനി നിങ്ങൾക്ക് ഇനിയും 1-2 സാമ്പിൾ ടോപ്പിക്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു റിവിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. റിവിഷൻ വീഡിയോ അത്ര നല്ലതല്ല, കാരണം നമുക്ക് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ 2 ടോപ്പിക്കുകൾ മാത്രം ഒരു സാമ്പിളായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണം, എക്സ്ചേഞ്ച് റേറ്റിൻ്റെയും ഇൻഫ്ലേഷൻ്റെയും. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ യൂട്യൂബ് ലിങ്കിൽ ദ ലാസ്റ്റ് മിനിറ്റ് റഷ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ക്വാളിറ്റി. ഓക്കെ, താങ്ക് യു ഫോർ പർച്ചേസിങ് ദ കോഴ്സ്.